എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ശബ്ദവും പ്രകാശവും എന്നുള്ള നമ്മുടെ മൊഡ്യൂളിലെ ശബ്ദം എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ടോപ്പിക്കിൽ ശബ്ദം എന്ന ടോപ്പിക്കിൽ നമുക്ക് ആകെ 2 ചാപ്റ്റർ മാത്രമാണ് SCRTയിൽ പഠിക്കാനുള്ളത്. 9ാം ക്ലാസ് ഫിസിക്സിലെ 7ാമത്തെ അധ്യായമായ തരംഗചലനം എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ശബ്ദം എന്നുള്ള മൊഡ്യൂളിൽ ആകെ 2 SCRT ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീടുള്ളത് പ്രകാശം എന്ന മൊഡ്യൂളിൽ ബാക്കി ഒരു 5 SCRT ചാപ്റ്റർ നമുക്കതിൽ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ മൊഡ്യൂളായ മനുഷ്യ ശരീരം എന്നുള്ള ബയോളജി മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കും. അത് നമുക്ക് 10ാം ക്ലാസ് ബയോളജിയിലെ മുഴുവൻ ചാപ്റ്റർ, 9ാം ക്ലാസ് ബയോളജിയിലെ 4, 5, 6, 7 ചാപ്റ്റർ, 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയൊക്കെ ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ ആ ഒരു മൊഡ്യൂളോട് കൂടി നമ്മുടെ ഈ ഒരു SCRT സീരീസ് അവസാനിക്കുന്നതാണ്. ഏകദേശം നമ്മുടെ SCRT സീരീസ് ഡിസംബർ അവസാനമാണ് തുടങ്ങിയത്. ഏകദേശം മാർച്ചായി, 4 മാസത്തോളമായി. നമ്മളൊരു ഏപ്രിലാണ് SCRT സീരീസ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ SCRT ബേസ് ചെയ്തിട്ടുള്ള ഞാനുണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് റിവിഷൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ വിട്ടുപോയ കുറച്ച് പ്രോബ്ലംസിൻ്റെ ഏരിയ ഉണ്ട്, അതും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളെ SCRT സീരീസ് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ഈ സീരീസും വീഡിയോയും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. വരുന്ന LDC, LGS അതുപോലെ എല്ലാ PSCയുടെ പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ അതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് എൻ്റെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ആകെ പ്രതീക്ഷിക്കുന്നത് അതുമാത്രമാണ്. എൻ്റെ കുട്ടികൾ LDC ലിസ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും PSC ലിസ്റ്റിൽ കയറിയാൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. തരംഗ ചലനം. ഇവിടെ ഫസ്റ്റ് ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കളിവഞ്ചി ഉണ്ടാക്കിയിട്ട്, പേപ്പർ വഞ്ചി ഉണ്ടാക്കിയിട്ട് അത് വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ വിരലിട്ടുങ്ങാണ്ട് ഓളുണ്ടാക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, ഈ വഞ്ചി മുന്നോട്ട് പോകുന്നില്ല. ഈ വഞ്ചി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഓളുണ്ടാക്കുമ്പോൾ വഞ്ചി ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ താവുകയും പൊങ്ങുകയും ചെയ്യും എന്നല്ലാതെ ഇതിങ്ങനെ നീളത്തിൽ സഞ്ചരിക്കുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പഠിച്ചു വരുമ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിനൊരു കാരണം ഉണ്ട്. ഇനി അടുത്ത ഒരു പരീക്ഷണം എന്താണ്, ഒരു ട്രഫിൽ പകുതിയോളം വെള്ളം എടുത്തുകൊണ്ട് അതിലെന്ത് ചെയ്യുക, കുറച്ച് തെർമോക്കോൾ ബോൾ ഇടാനാണ്. അതാണ് ഈ ഫോട്ടോയിൽ തന്നിട്ടുള്ളത്. ഒരു ട്രഫിൽ പകുതിയോളം വെള്ളം എടുത്തിട്ട് അതിലേക്ക് തെർമോക്കോൾ ബോൾ നിക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്താൽ എന്തായും, ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ വെള്ളത്തിൽ ഒരു ഓളം ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ ആ കളിവഞ്ചിക്ക് ചെയ്ത പോലെ തന്നെ ഒരു ഓളം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും, എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളോട് നിരീക്ഷിക്കാനാണ്. ഇനി തരംഗചലനം എന്ന് പറഞ്ഞാൽ എന്താണ്, വിക്ഷോഭം അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണെന്ത്, തരംഗചലനം എന്ന് പറയുന്നത്. വിക്ഷോഭം അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണെന്ത്, തരംഗചലനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ടെർമോക്കോളിൻ്റെ ഈ കാര്യം പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മളത് കാണും. ആ വിക്ഷോഭം എന്ത് ചെയ്യും, അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നമ്മൾ കാണും. അപ്പം ഇങ്ങനെയുള്ള ഈ വ്യാപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തരംഗചലനം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഈ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല, പക്ഷേ എന്താണ്, ചലനം സംഭവിക്കുന്നുണ്ട്. ഇവക്ക് ചലനം സംഭവിക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, അവർ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. നമ്മൾ കളിവഞ്ചി ആണെങ്കിലും ടെർമോക്കോൾ ബോൾ ആണെങ്കിലും എന്ത് ചെയ്യുന്നത്, അതിന് ചലനം ഉണ്ടാകുന്നു. കാരണം അത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചലിക്കുന്നുണ്ട്, പക്ഷേ അതിനെന്താണ്, ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് സ്ഥാനത്തിനുള്ള മാറ്റം, സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. ജലകണികകൾ അതതിൻ്റെ സ്ഥാനത്ത് നിന്ന് മേൽപോട്ടും കീഴ്പോട്ടും ചലിക്കുന്നതല്ലാതെ തരംഗത്തിൻ്റെ ചലനദിശയിൽ അവക്ക് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല. ഇതാണ് നമ്മൾ ഈ 2 പരീക്ഷണം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. എന്താണ്, ഈ ജലകണികകൾ ഇങ്ങനെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മേലോട്ടും കീഴ്പോട്ടും ഇങ്ങനെ ചലിക്കും എന്നല്ലാതെ
ഈ തരംഗത്തിൻ്റെ ചലനദിശയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവക്ക് സ്ഥാനാന്തരം ഒരിക്കലും സംഭവിക്കുന്നില്ല. ഈ ജലകണികകൾ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ചലിക്കുമെന്നല്ലാതെ ഈ തരംഗത്തിൻ്റെ ചലനദിശയിൽ അവർക്ക് എന്തുണ്ട്, ഒരിക്കലും ഒരു സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജ്ജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നാണെന്ത്, തരംഗചലനം എന്ന് പറയുന്നത്. തരംഗചലനം എന്തിനുള്ള മാർഗമാണ്? ഒരു മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജ്ജം അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് തരംഗചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജ്ജം കൈമാറ്റം ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണിത് തരംഗചലനം. ഒരു മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഊർജ്ജം എത്തിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണിത് തരംഗചലനം എന്ന് പറയുന്നത്. ഈ തരംഗചലനത്തിൽ എങ്ങനെയാണ് ഈ ഊർജ്ജ കൈമാറ്റം സംഭവിക്കുന്നത്? തരംഗചലനത്തിൽ മാധ്യമത്തിലെ ഒരു കണികയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറിക്കൊണ്ട് എല്ലായിടത്തും വ്യാപിക്കുന്നു. അപ്പോൾ തരംഗചലനത്തിൽ എങ്ങനെയാണ് നമ്മൾ ഊർജ്ജ കൈമാറ്റം നടക്കുന്നത്? അവിടെ ആദ്യം ഒരു കണികയ്ക്ക് ഊർജ്ജം ലഭിക്കുമ്പോൾ ആ കണിക എന്ത് ചെയ്യും, അടുത്ത കണികയ്ക്ക് ഊർജ്ജം കൈമാറും, ആ കണിക അടുത്ത കണികയ്ക്ക് ഊർജ്ജം കൈമാറും. ഇങ്ങനെ കൈമാറിക്കൊണ്ടാണ് എന്ത് ഇവിടെ ഊർജ്ജത്തിൻ്റെ പ്രേഷണം നടക്കുന്നത്. അങ്ങനെയാണ് ഊർജ്ജം എല്ലായിടത്തും വ്യാപിക്കുന്നത്. അപ്പോൾ തരംഗചലനത്തിൽ ഊർജ്ജ കൈമാറ്റം എങ്ങനെയാണ് നടക്കുന്നത്? പരസ്പരം കൈമാറിക്കൊണ്ടാണ്, കണികകളുടെ ഊർജ്ജം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടാണ് ഊർജ്ജം വ്യാപിക്കുന്നത്. എന്തിൽ? തരംഗചലനത്തിൽ. ഇത്രയും ബേസിക് കാര്യങ്ങൾ തരംഗചലനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് തരംഗചലനം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്നതിൻ്റെ ഒന്നുകൂടി വിശദമായിട്ട് നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നോക്കാം. അപ്പോൾ തരംഗചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം. നമ്മളിപ്പോൾ പറഞ്ഞതാണ്, 2 പരീക്ഷണം നടത്തിയപ്പോഴും ജലത്തിൻ്റെ ഉപരിതലത്തിൽ രൂപം കൊണ്ട ആ ഒരു ചലനമാണിത് തരംഗചലനം, അല്ലെങ്കിൽ ആ ഒരു ചലനം തരംഗചലനത്തിന് ഉദാഹരണമാണ്. നമ്മളിപ്പോൾ 2 പരീക്ഷണം ചെയ്തപ്പോഴും, അതായത് കളിവഞ്ചി വെള്ളത്തിൽ ഒരു ഓളുണ്ടാക്കിയപ്പോഴും അതുപോലെ ടെർമോക്കോളിൻ്റെ ബോളുകളിട്ട് ഓളുണ്ടാക്കിയപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തരംഗചലനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം എന്താണ്? തരംഗചലനത്തിന് ഉദാഹരണമാണ്. ഇനി തരംഗചലനത്തിന് ഉദാഹരണമായ മറ്റു തരംഗങ്ങളാണ് റേഡിയോ തരംഗം, പ്രകാശതരംഗം, ശബ്ദതരംഗം. റേഡിയോ തരംഗം, പ്രകാശതരംഗം, ശബ്ദതരംഗം എന്നിവയ്ക്ക് തരംഗചലനത്തിനുള്ള മറ്റു ഉദാഹരണങ്ങളാണ്. അപ്പോൾ തരംഗചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് 4 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, രണ്ടാമത്തേത് റേഡിയോ തരംഗം, മൂന്നാമത്തേത് പ്രകാശതരംഗം, നാലാമത്തേത് ശബ്ദ തരംഗം. ഈ 4 തരംഗങ്ങളും തരംഗചലനത്തിന് ഉദാഹരണമായ തരംഗങ്ങളാണ്. ഇനി സഞ്ചരിക്കാൻ ഈ തന്നിരിക്കുന്ന തരംഗചലനങ്ങളെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2ആയിട്ട് തരംതിരിക്കാം. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗചലനങ്ങളെന്നും സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗചലനങ്ങളെന്നുള്ള 2 രീതിയിൽ നമുക്ക് തരംഗചലനങ്ങളെ 2 വിഭാഗങ്ങളാക്കി തരംതിരിക്കാൻ കഴിയും. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗചലനങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം. ജലത്തിൻ്റെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായ തരംഗചലനത്തിന് ഉദാഹരണമാണ്. എന്നാൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗചലനത്തിന് ഉദാഹരണമാണ് റേഡിയോ തരംഗം. റേഡിയോ തരംഗം എന്തിനു ഉദാഹരണമാണ്? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗചലനത്തിന് ഉദാഹരണമാണ് റേഡിയോ തരംഗം, പ്രകാശതരംഗം എന്നിവയൊക്കെ. എന്നാൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായ തരംഗത്തിന് ഉദാഹരണമാണ് ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന തരംഗചലനം. ഇനി പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളായാണ് നമ്മൾ പറയുന്നത്? യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തരംഗചലനങ്ങളിൽ 2 വിഭാഗത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഈ പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളെ നമ്മൾ പറയും? യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. ഈ യാന്ത്രിക തരംഗങ്ങളെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിക്കും. അനുപ്രസ്ഥ തരംഗമെന്നും അനുദൈർഘ്യ തരംഗമെന്നും. അപ്പോൾ യാന്ത്രിക തരംഗങ്ങളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കാം. അനുപ്രസ്ഥ തരംഗമെന്നും അനുദൈർഘ്യ തരംഗമെന്നും. എന്താണ് യാന്ത്രിക തരംഗം? പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ സഹായത്തോടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളെയാണ് നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. യാന്ത്രിക തരംഗങ്ങളെ വീണ്ടും നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അനുപ്രസ്ഥ തരംഗങ്ങളെന്നും അനുദൈർഘ്യ തരംഗങ്ങളെന്നും.
ഇനി നമുക്ക് ഓരോന്നും നോക്കാം. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗം എന്താണ് എന്നുള്ളത് നോക്കാം. വീണ്ടും അവിടെ എന്താണ്, ഒരു പരീക്ഷണമാണ്. നമുക്കൊരു ജനൽ കമ്പിയിൽ കയറ് കെട്ടിയിട്ട് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു തരംഗമുണ്ടാവും. ഇത് ഒരു അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. എന്ത്, നമ്മൾ ജനലിൽ ഒരു കയറ് കെട്ടിയിട്ട് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നത് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. നമ്മൾ ഈ പരീക്ഷണങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ചോദ്യത്തിൽ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി, തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് എന്ത് ചെയ്യും, ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ എന്ത് ചെയ്യും, തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യും. ഇങ്ങനെയുള്ള തരംഗങ്ങളാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്നു. ഇങ്ങനെ കമ്പനം ചെയ്യുന്ന കണികകളെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. അങ്ങനെ കമ്പനം ചെയ്യുന്ന കണികകളെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. ഇനി തരംഗങ്ങൾക്ക് പ്രധാനമായിട്ടും തരംഗങ്ങൾക്ക് 4 സവിശേഷതകളുണ്ട്. അവയെ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 സവിശേഷതകളാണ് പ്രധാനമായിട്ടും തരംഗങ്ങൾക്കുള്ളത്. ആ 5 സവിശേഷതകൾ ഏതൊക്കെയെന്ന് നോക്കാം. തരംഗങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ആയതി, രണ്ടാമത്തേത് തരംഗദൈർഘ്യം, മൂന്നാമത്തേത് പീരിയഡ്, നാലാമത്തേത് ആവൃത്തി, അഞ്ചാമത്തേത് തരംഗ വേഗം. ഏതൊക്കെയാണ് തരംഗങ്ങളുടെ സവിശേഷതകൾ? ഒന്നാമത്തേതാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തേത് തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത്ത്, മൂന്നാമത്തേതാണ് പീരിയഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലും പീരിയഡ് തന്നെയാണ് പറയാം, നാലാമത്തേതാണ് ഈ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഇംഗ്ലീഷിൽ ഫ്രീക്വൻസി എന്ന് പറയും, മലയാളത്തിൽ ആവൃത്തി എന്ന് പറയും. അഞ്ചാമത്തേതാണ് സ്പീഡ് ഓഫ് വേവ് അല്ലെങ്കിൽ തരംഗ വേഗം. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. തരംഗങ്ങളുടെ സവിശേഷതകളിൽ ആദ്യത്തേതാണ് ആയതി. ആയതി എന്ന് പറഞ്ഞാൽ തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണെന്ത്, ആയതി എന്ന് പറയുന്നത്. എ എന്ന സ്മാൾ ലെറ്റർ എ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ ആയതിയെ സൂചിപ്പിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ ഇന്ന് ഇംഗ്ലീഷ് വാക്കിൻ്റെ അക്ഷരമാണ്. അതിൽ നിന്ന് എ എന്നുള്ള അക്ഷരം നമ്മൾ സ്മോൾ ലെറ്ററിലാണ് എന്ത്, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതിയെ സൂചിപ്പിക്കുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണെന്ത്, ആയതി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ ആയതിയാണെന്ത്, ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണെന്ത്, ആയതി എന്ന് പറയുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ ആയതി എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് അക്ഷരം സ്മാൾ ലെറ്റർ എ കൊണ്ടാണ് ആയതിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ദൈർഘ്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അത് ദൂരമാണ്. ദൈർഘ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ദൂരമാണ്, സഞ്ചരിച്ച ദൂരമാണ്. എന്ത് സഞ്ചരിച്ച ദൂരമാണ്? മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട്. മാധ്യമത്തിൽ അപ്പം നമ്മൾ തരംഗചലനത്തിൽ എന്ത് ചെയ്യും, അതിലെ കണിക കമ്പനം നടത്തും. ഈ കമ്പനം നടത്തുമ്പോൾ ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം, ഒരു കമ്പനം പൂർത്തീകരിക്കാനെടുക്കുന്ന ഒരു സമയം ഉണ്ട്. ആ സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട്, അപ്പം അല്ലെങ്കിൽ അവർ കമ്പനം പൂർത്തീകരിക്കാനെടുത്ത ആ സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഈ തരംഗദൈർഘ്യം എന്താണ്? സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമായിരിക്കും. തരംഗദൈർഘ്യം എപ്പോഴും എന്തായിരിക്കും? സമാന കമ്പനാവസ്ഥയുള്ള, ഒരേ കമ്പനാവസ്ഥയിലുള്ള
അടുത്തടുത്ത 2 കണികകളുടെ അകലത്തിന് തുല്യമായിരിക്കും. ഒരേ കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമായിരിക്കും എപ്പോഴും തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരം നമ്മൾ ലാംഡ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് അക്ഷരം ലാംഡ എന്നാണ് നമ്മൾ തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ലാംഡ എന്നുള്ള ഗ്രീക്ക് അക്ഷരം എങ്ങനെയാണ് എഴുതുക? നമ്മൾ ഇംഗ്ലീഷിൽ സ്മാൾ ലെറ്റർ വൈ എന്നുള്ളത് തലതിരിച്ച് എഴുതുന്നത് പോലെയാണ് ഗ്രീക്കിൽ ലാംഡ എന്ന അക്ഷരം എഴുതുന്നത്. അപ്പോൾ ഗ്രീക്ക് അക്ഷരം ലാംഡ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? തരംഗദൈർഘ്യത്തെയാണ്. അപ്പോൾ തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന പ്രതീകം അല്ലെങ്കിൽ അക്ഷരം ഏതാണ്? ഗ്രീക്ക് അക്ഷരമായ ലാംഡയാണ്. ഈ ലാംഡ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ സ്മാൾ ലെറ്റർ ഇംഗ്ലീഷ് മാലയിലെ സ്മാൾ ലെറ്റർ വൈ എന്നുള്ളത് തല തിരിച്ച് എഴുതുന്നതാണ് എന്ത്? ലാംഡ എന്നുള്ള ഗ്രീക്ക് അക്ഷരം. ഈ ലാംഡ എന്തിനെ സൂചിപ്പിക്കാനുള്ളതാണ്? തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ലാംഡ എന്ന അക്ഷരം ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നത്. ഇനി തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. കാരണം അത് ദൂരത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. അപ്പോൾ തരംഗദൈർഘ്യം എന്നുള്ള കൺസെപ്റ്റിൽ ഇതാണ് പറയുന്നത്. അതിലെ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിച്ച് കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ഇനി പീരിയഡ്, അടുത്ത പ്രത്യേകതയാണ് എന്ത്? തരംഗദൈർഘ്യത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, അതാണെന്ത്? തരംഗത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ തരംഗം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണിക കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. തരംഗത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ തരംഗത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. തരംഗത്തിൻ്റെ പീരിയഡിനെ നമ്മൾ ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. പീരിയഡിൻ്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡാണ്. ഏത് അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് അക്ഷരം ടി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ടി എന്നുള്ള അക്ഷരം കൊണ്ടാണ് നമ്മൾ പീരിയഡിനെ സൂചിപ്പിക്കുന്നത്. പീരിയഡ് എന്ന് പറഞ്ഞാൽ തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ആ സമയത്തെയാണ് നമ്മൾ തരംഗത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് പീരിയഡിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അടുത്തതാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. അടുത്ത പ്രത്യേകതയാണ് തരംഗത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇത് പഠിച്ചതാണ്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എഫ് സമം കമ്പനങ്ങളുടെ എണ്ണം n ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം ടി ആണ്. അപ്പോൾ എഫ് സമം n/t എന്നുള്ളതാണ് ഇതിൻ്റെ സൂത്രവാക്യം. അപ്പോൾ ഈ ആവൃത്തിയും പീരിയഡും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? എഫ് സമം 1/t എന്നും എഴുതാം. ആവൃത്തിയും അതുപോലെ പീരിയഡും പരസ്പരം ബന്ധപ്പെടുത്തി ഇക്വേഷൻ ആക്കിയാൽ നമുക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ എഫ് സമം 1/t എന്ന് കൊടുക്കാം. 1/t. ടി എന്നുള്ളത് എന്താണ്? സമയം എന്നാണ്. സമയമല്ല, ഇവിടെ ടി എന്നുള്ളത് എന്താണ്? പീരിയഡാണ്. ഓക്കെ, മുകളിൽ ടി എന്നുള്ളത് സമയമാണ്, ഇവിടെ പീരിയഡാണ്. ആവൃത്തിയുടെ നമുക്കറിയാം യൂണിറ്റ് ഹേർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹേർട്സ് ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് സമം n/t, അതായത് കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം, അങ്ങനെ എഴുതാം. ഇനി നമ്മൾ പീരിയഡുമായി ബന്ധപ്പെടുത്തി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എഫ് സമം 1/t. 1 പീരിയഡ് എന്താണ്? ആവൃത്തി സമം 1/t അഥവാ 1 പീരിയഡ്, അങ്ങനെയും നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഹെർട്സ് ആണ് ആവൃത്തിയുടെ. ഇനി തരംഗ വേഗം എന്താണ്? വേഗം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ദൂരം ബൈ സമയമാണ് എന്ത്? വേഗം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ വേഗം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? തരംഗ വേഗം എന്ന് അറിയപ്പെടുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ തരംഗ വേഗം എന്ന് പറയുന്നത്.
അപ്പോൾ വേഗം കണക്കാക്കുന്നത് സൂത്രവാക്യം നമുക്കറിയാം. വേഗം സമയം എന്താണ്? ദൂരം ബൈ സമയം ആണ് എന്നുള്ളത് അറിയാം. ഇനി നമുക്കൊരു പീരീഡ് സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം ആണ് തരംഗ ദൈർഘ്യം എന്ന് നമ്മൾ പഠിച്ചു, അഥവാ ലാംഡം എന്നുള്ള ആ ചിഹ്നം ഉപയോഗിച്ച എന്താണ്? അത് തരംഗ ദൈർഘ്യത്തിൻ്റെ ചിഹ്നമാണ്. ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡ് സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തരംഗ വേഗം കണക്കാക്കാൻ സൂത്രവാക്യം എങ്ങനെ എഴുതാം? ലാംഡം ബൈ പീരീഡ് എന്ന് എഴുതാം. അത് നമ്മൾ പിന്നീട് ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ്? വി സമം എഫ് ലാംഡം എന്ന് എഴുതാം. ഫ്രീക്വൻസി ഇൻറ്റു ലാംഡം ലാസ്റ്റ് വരുമ്പോൾ അങ്ങനെയാകും. വി സമം 1/t ഇൻറ്റു ലാംഡം എന്ന് എഴുതിയിട്ട് പിന്നെ അതെന്താവും? വി സമം എഫ് ലാംഡം എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ തരംഗ വേഗം കാണാനുള്ള ഇക്വേഷനാണിത്. വി സമം എഫ് ഇൻറ്റു ലാംഡം, അല്ലെങ്കിൽ ലാംഡം ബൈ ടി. ലാംഡം എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗ ദൈർഘ്യം. ടി എന്നുള്ളത് പീരിയഡ്. എഫ് എന്നുള്ളത് എന്താണ്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ലാംഡം നമുക്കറിയാം തരംഗ ദൈർഘ്യം. പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആണ് അത് നമുക്ക് പ്രോബ്ലംസ് പിന്നീട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ അനുപ്രസ്ഥ തരംഗം കഴിഞ്ഞു. അടുത്തതാണ് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം. ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം. അതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാനമായി കമ്പനം ചെയ്യുന്ന ഇനം തരംഗങ്ങളെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയാം. നേരത്തെ നമ്മൾ അനുപ്രസ്ഥ തരംഗമാണെന്ന് ചലന ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാനമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള തരംഗങ്ങളെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. ഇവ എന്താണ്? മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അനുദൈർഘ്യ തരംഗങ്ങൾ മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. എന്താണ് അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാനമായി കമ്പനം ചെയ്യുന്ന തരംഗം. മാധ്യമത്തിലെ കണികകൾ എന്ത് ചെയ്യും? തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാനമായി. നേരത്തെ നമ്മൾ സഞ്ചാര ദിശയ്ക്ക് ലംബമായി എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? സഞ്ചാര ദിശയ്ക്ക് സമാനമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. അങ്ങനെയുള്ള തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ അനുദൈർഘ്യ തരംഗങ്ങൾ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിക്കൊണ്ടാണത് സഞ്ചരിക്കുന്നത്. ഈ ഗ്യാപ്പ് വരുന്നതാണെന്ത്? ന്യൂനമർദ്ദ മേഖലകൾ. ഗ്യാപ്പ് വരാത്തതാണ് ഉച്ചമർദ്ദ മേഖലകൾ. ഈ വായു തന്മാത്രകൾ അടഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? ഉന്നതമർദ്ദം അനുഭവപ്പെടും. നമ്മളിപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഈ തരംഗങ്ങൾ പോകുമ്പോൾ ഈ ഫസ്റ്റ് സി പോർഷൻ ഉണ്ടല്ലോ, സി പോർഷനിലാണ് എന്ത്? ഉന്നതമായ മർദ്ദം അനുഭവപ്പെടുന്നത്. ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഉന്നതമർദ്ദ മേഖല എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ 6ൻ്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ പോർഷനെയാണ് നമ്മൾ നീചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അനുദൈർഘ്യ തരംഗങ്ങളിൽ എന്താണ്? നീചമർദ്ദ മേഖലകളും ഉച്ചമർദ്ദ മേഖലകളും സൃഷ്ടിച്ചുകൊണ്ടാണ് തരംഗം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരം തുടരുന്നത്. ഇനി നമുക്ക് ആ ഗ്രാഫ് നോക്കിയിട്ട് തരംഗം നോക്കിയിട്ട് അതിൻ്റെ ചിത്രം നോക്കിയിട്ടാണ് ഇവിടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. വായു തന്മാത്രകൾ അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് എന്താണ്? ഉന്നതമർദ്ദം അനുഭവപ്പെടും. ഇത്തരം മർദ്ദ മേഖലകളെ നമ്മൾ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയും. നമ്മളവിടെ പറഞ്ഞ സി എന്നുള്ള ആ ഭാഗം. അങ്ങനെയാണെങ്കിൽ തന്മാത്രകൾ അകന്നു നിൽക്കുന്ന ഭാഗത്ത് എന്തായിരിക്കും? അവിടെ മർദ്ദം കുറവായിരിക്കും. അങ്ങനെ മർദ്ദം കുറഞ്ഞ ഈ മേഖലകളെ നമ്മൾ നീചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ റെയർ ഫാക്ഷൻസ് എന്ന് പറയും. നേരത്തേത് കംപ്രഷൻസ് അല്ലെങ്കിൽ സി എന്ന് പറയും. ഇവിടെ റെയർ ഫാക്ഷൻസ് അല്ലെങ്കിൽ നീചമർദ്ദ മേഖലകൾ. അതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ച് നീചമർദ്ദ മേഖലകളും ഉച്ചമർദ്ദ മേഖലകളും ഈ തരംഗത്തിൽ കണ്ടത്. അപ്പോൾ അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും അത്രയാണ്. ഇനി നമുക്ക് ഇതിനെ രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളൊരു കോളുണ്ട്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പഠിച്ച അതേ സംഭവം തന്നെയാണ്.
അതെന്ത് ചെയ്യുക ഒന്നുകൂടി നോക്കാം. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. അനുപ്രസ്ഥ തരംഗം എന്താണ്? കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. എന്നാൽ അനുദൈർഘ്യ തരംഗങ്ങളാണെങ്കിൽ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. കൂടാതെ എന്തുണ്ട്? ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാക്കുന്നു. അപ്പോൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്താണ്? കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യും. എന്നാൽ അനുദൈർഘ്യ തരംഗങ്ങളുടെ പ്രത്യേകത എന്താണ്? കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യും. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത്? ശബ്ദത്തിന് പ്രേഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ശബ്ദം വായുവിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്, മറ്റു മാധ്യമങ്ങളിലൂടെയും സഞ്ചരിക്കും എന്ന് ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇനി അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എന്നുള്ള കോളത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. അടുത്തടുത്ത് രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലമാണെന്ത്? അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായി കണക്കാക്കുന്നത്. അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? അടുത്തടുത്തുള്ള രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കുന്നത്. ഒന്നുകൂടി പറയാം. അടുത്തടുത്തുള്ള രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലത്തെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായി കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, അടുത്തടുത്തുള്ള രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ എടുക്കുകയാണ്. ഇവിടെ സിയും അടുത്ത സി വരുന്നത് എന്താണ്? 6 കഴിഞ്ഞിട്ടാണ്. ഈ രണ്ട് മേഖലകൾ തമ്മിലുള്ള അകലം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുക? ഇതിൻ്റെ തരംഗദൈർഘ്യം കണക്കാക്കുന്നത്. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മർദ്ദം കുറഞ്ഞ ഇവിടെ 6 ഉണ്ട്, പിന്നെ 6 വരുന്നത് എന്താണ്? ഒരു സി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അടുത്തടുത്തുള്ള രണ്ട് മർദ്ദം കുറഞ്ഞ മേഖലകൾ എടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ നീളം എടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ തരംഗദൈർഘ്യം കണക്കാക്കാം. അപ്പോൾ ഈ രണ്ട് അടുത്തടുത്തുള്ള മേഖലകളാണ് ഒരേ സ്വഭാവമുള്ള മേഖലകളായിരിക്കണം. അതിൻ്റെ ദൂരം കണക്കാക്കിയിട്ടാണ് എന്ത് നമ്മൾ അനുദൈർഘ്യ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം കണക്കാക്കുന്നത്. ഇനി സ്പീഡ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ വേഗം. നമ്മൾ പറഞ്ഞതാണ് ശബ്ദം വായുവിലൂടെയും ഡെസ്കിലൂടെയും ഒക്കെ സഞ്ചരിക്കും. അപ്പോൾ എല്ലാ മാധ്യമങ്ങളുടെയും ഒരേ വേഗത്തിലല്ല എന്ത് ശബ്ദം സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കാം. ശബ്ദത്തിൻ്റെ വേഗം ഓരോ മാധ്യമങ്ങളിലെയും ഉള്ളത് ഒന്ന് നോക്കാം. ഖരം മാധ്യമങ്ങളായ അലുമിനിയം, സ്റ്റീൽ. അലുമിനിയത്തിൽ എത്രയാണ്? 6420 മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് ശബ്ദത്തിൻ്റെ വേഗം അലുമിനിയത്തിൽ. സ്റ്റീലിലാണെങ്കിൽ 5941. ഇനി ദ്രാവകം എടുത്ത് നോക്കുകയാണെങ്കിൽ ശുദ്ധജലത്തിൽ എത്രയാണ്? 1482. കടൽ ജലത്തിൽ 1522. ഇനി വാതകം എടുത്ത് നോക്കുകയാണെങ്കിൽ അന്തരീക്ഷ വായുവിൽ 343 മീറ്റർ പെർ സെക്കൻഡും ഹീലിയത്തിലാണെങ്കിൽ 965 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഈ കോളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാക്കാം? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഖരവസ്തുക്കളിലൂടെയാണ്. അത് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇപ്പം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുവിലൂടെയാണ്. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാതകത്തിലൂടെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലൂടെയും ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാതക വസ്തുക്കളിലൂടെയാണ് അല്ലെങ്കിൽ വാതകങ്ങളിലൂടെയാണ്. ഇനി ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ അലുമിനിയത്തിലൂടെയാണ്. അലുമിനിയത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടിയ വേഗതയിൽ സഞ്ചരിക്കുന്നത്. 6420 മീറ്റർ പെർ സെക്കൻഡാണ് അലുമിനിയത്തിലൂടെ ശബ്ദത്തിൻ്റെ വേഗത. ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കുറഞ്ഞ വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. വെറും 343 മീറ്റർ പെർ സെക്കൻഡാണെന്ത് ശബ്ദത്തിന് വായുവിലൂടെയുള്ള അതിൻ്റെ വേഗത. ശബ്ദത്തിൻ്റെ വായുവിലൂടെയുള്ള വേഗത എന്താണ്? വെറും 343 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ വായുവിലൂടെയാണ് ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടിയ വേഗത്തിൽ ഖരവസ്തുക്കളിലാണ് ഏതിൽ? അലുമിനിയത്തിലൂടെയാണ്.
അപ്പോൾ എന്താണ്, ഇതാണ് ഇതിൽ പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. ഇനി നമുക്കറിയാം ശുദ്ധജലത്തിലാണോ കടൽ ജലത്തിലാണോ ഏറ്റവും വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കടൽ ജലത്തിലാണ് ഏറ്റവും വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കോളത്തിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, ഏത് ടൈപ്പിലും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ശബ്ദത്തിൻ്റെ ഈ ഒരു കോളം നമ്മൾ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര ചോദ്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതി സ്വയം ഉത്തരം കണ്ടെത്തി നോക്കുക. ഓക്കെ. ഇനി താപനിലയും ശബ്ദത്തിൻ്റെ വേഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസമുണ്ടാകും. നമ്മൾ മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അവയിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗത്തിനും വ്യത്യാസമുണ്ടാകും. ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കും. അപ്പോൾ താപവും ശബ്ദവേഗവും തമ്മിൽ ഉള്ള ബന്ധം എന്താണ്? താപം കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത കൂടും. താപം കുറയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വേഗത കുറയുകയും ചെയ്യും. അപ്പോൾ താപം കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗത കൂടും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. താപം കുറയുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത കുറയുകയും ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. എന്നാൽ വായുവിൻ്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ശബ്ദത്തിൻ്റെ വേഗം 343 മീറ്റർ പെർ സെക്കൻഡ് ആവും. 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് 346 മീറ്റർ പെർ സെക്കൻഡായി ഉയരുന്നു. അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 331 മീറ്റർ പെർ സെക്കൻഡാണ് യൂണിറ്റ്. അപ്പോൾ ഇനി ഞാനത് മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഞാൻ പറയില്ല, കാരണം യൂണിറ്റ് അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എത്രയാണ്? 331. എന്നാൽ 20 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 343. അത് 25 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുമ്പോൾ എത്രയാണ്? 346. ഈ 3 വേഗതകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. താപനില കൂടുമ്പോൾ എന്ത് ചെയ്യും, ശബ്ദത്തിൻ്റെ വേഗതയും കൂടും. ശബ്ദത്തിൻ്റെ വേഗതയും എന്ത് ചെയ്യും, താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗതയും കൂടും. ഇനി 0 ഡിഗ്രി ആകുമ്പോൾ 331, 20 ഡിഗ്രി ആകുമ്പോൾ 343 നോർമൽ, 25 ഡിഗ്രി ആകുമ്പോൾ 346. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ശബ്ദത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു പരീക്ഷണമാണ് എന്ത് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഈ ശബ്ദം മിനിസമുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് പ്രതിഫലിക്കും. ശബ്ദം മിനിസമുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് നന്നായിട്ട് പ്രതിപദിക്കും. ശബ്ദത്തിൻ്റെ പ്രതിപതനത്തെക്കുറിച്ചുള്ള നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്, പഠിക്കാനുള്ളത്, മിനിസമുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം എന്ത് ചെയ്യും, പ്രതിപദിക്കും. ഇനി ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം നോക്കാം. അതിനും ഇവിടെ എന്തുണ്ട്, ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. അടഞ്ഞിരിക്കുന്ന ഒരു മുറിയിലോ ആളിലോ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാക്കുന്ന ശബ്ദം ഒരു ശ്രോതാവിലേക്ക് അഥവാ സ്വീകരണിലേക്ക് എത്തുന്ന വിധമാണ് എന്ത് ചിത്രം 7.11. അപ്പോൾ ഇതാ എന്താണ് ചിത്രം തന്ന് അതോടെ പരീക്ഷണം ചെയ്യാനാണ്. അപ്പോൾ ഇനി ആ ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം എന്ന് പറയുമ്പോൾ എന്താണ്, ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് പ്രതിപദിക്കും. ഇതാണെന്ത് ശബ്ദത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ശബ്ദം മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടിയാൽ അത് പ്രതിപദിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടിയിട്ട് പ്രതിപദിക്കുമ്പോൾ തുടർച്ചയായിട്ട് പ്രതിപദിക്കുന്നതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം എന്ന് പറയും. ശബ്ദം മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടിയാൽ എന്ത് ചെയ്യും, പ്രതിപദിക്കും. അതിനെയാണ് ശബ്ദത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. എന്നാൽ തുടർച്ചയായി വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടിക്കൊണ്ട് ശബ്ദം പ്രതിപദിക്കുന്നതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെ കിട്ടും ആവർത്തന പ്രതിപതനം. ഇനി ഈ ആവർത്തന പ്രതിപതനവും പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ നോക്കാം. മെഗാഫോണ്, ഹോണുകൾ, അതേപോലെ സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്, നാദസ്വരം എന്നിവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അവയിൽ നിന്ന് എന്താണ് പുറപ്പെടുന്ന ശബ്ദം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കത്തക്ക വിധത്തിലാണ്.
അപ്പോൾ ആവർത്തന പ്രതിപതനം, ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് മെഗാഫോണ്, ഹോണ്, അതുപോലെ സംഗീത ഉപകരണങ്ങളായ നാദസ്വരം, ട്രംപറ്റ് എന്നിവയൊക്കെ. അതുപോലെ മറ്റൊന്നാണ് എന്ത്, സ്റ്റെതസ്കോപ്പ്. അതേപോലെ എന്താണ്, ഹാളുകളിൽ സീലിംഗ് വളച്ചു കെട്ടുന്നത്. അതേപോലെ മനുഷ്യ ശരീരത്തിലെ മിടിപ്പുകൾ, പ്രത്യേകിച്ചും ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്നതൊക്കെ എന്താണ്, ശബ്ദത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനത്തിന് ഉദാഹരണമാണ്. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്നതൊക്കെ എന്താണ്, ശബ്ദത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനത്തിന് ഉദാഹരണമാണ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പ്, അതുപോലെ ആളുകളിൽ സീലുകൾ വളച്ച് നിർമ്മിക്കുന്നത്, അതുപോലെ വേറെ എന്തൊക്കെയാണ്, മെഗാഫോണ്, ഹോണ്, അതുപോലെ സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്, നാദസ്വരം ഒക്കെ എന്താണ്, ശബ്ദത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനത്തിന് ഉദാഹരണങ്ങളായി, അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ ഹാളിൽ സീല് വെക്കുമ്പോൾ അത് എല്ലായിടത്തേക്കും വ്യാപിക്കും. അതേപോലെ സൗണ്ട് ബോർഡുകളൊക്കെ ഇതിന് ഉദാഹരണമാണ്. സൗണ്ട് ബോർഡുകൾ എല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇതിൻ്റെയൊക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് അനുരണനം എന്താണ് എന്നുള്ളത് നോക്കാം. അനുരണനം, അതിനും എന്താണ് ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തെയാണ് നമ്മൾ അനുരണനം എന്ന് പറയുന്നത്. ഇപ്പോൾ ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിന് ഫലമായിട്ട്, അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം മൂലം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന മുഴക്കമാണെന്ത്, അനുരണനം എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തന പ്രതിപതനം മൂലം ഉണ്ടാകുന്ന മുഴക്കമാണ്, തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തെയാണ് നമ്മൾ അനുരണനം എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം മൂലം തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തെയാണ് നമ്മൾ അനുരണനം എന്ന് പറയുന്നത്. അനുരണനം എന്താണ് എന്ന് മനസ്സിലായി. ഇനി ശ്രവണ സ്ഥിരത, പ്രധാന പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവമാണ് എന്ത്, 1/10 സെക്കൻഡ്, 0.1 സെക്കൻഡ്. അതാണെന്ത്, ശ്രവണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. അതെന്താണ്, 1/10 സെക്കൻഡാണ്, അല്ലെങ്കിൽ 0.1 സെക്കൻഡാണ് എന്ത്, നമ്മളെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. 0.1 സെക്കൻഡ് സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ശ്രവണ സ്ഥിരത എന്താണ് എന്നുള്ളത് നോക്കാം. ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1.10 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ഇതാണെന്ത്, ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് 1/10 സെക്കൻഡാണ്. 1/10 സെക്കൻഡാണെന്ന് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണെന്ത്, എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി. എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി എന്ന് പറയുന്നത്. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് നാം എന്ത്, പ്രതിധ്വനി എന്ന് പറയുന്നത്. ആദ്യം ഒരു ശബ്ദം എന്ത് ചെയ്യും, അത് ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം തന്നെ എന്ത് ചെയ്യും, പ്രതിപദിച്ചുകൊണ്ട് വീണ്ടും കേൾക്കുന്നതിനെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയുന്നത്. പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം ഒരു ശബ്ദം ഉണ്ടാവും, അത് നമ്മൾ കേട്ടതിന് ശേഷം എന്ത് ചെയ്യും, അതേ ശബ്ദം തന്നെ പ്രതിപദിച്ചുകൊണ്ട് വീണ്ടും കേൾക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതിന്. ഇനി കെട്ടിടങ്ങളുടെ ശബ്ദത്തിൻ്റെ വേഗം നമ്മൾ പറഞ്ഞതാണ്. സഞ്ചരിച്ച ആകെ ദൂരം ബൈ സമയമാണ് വേഗം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ പിന്നെ ചെയ്യുക, അതുകൊണ്ടാണ് എന്ത് അവിടെ പ്രോബ്ലംസ് നോക്കാത്തത്. ഇനി കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം, അത് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. ഓരോ ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിനൊരു ശബ്ദം ക്രമീകരണങ്ങൾ നടത്തിയിട്ടാണ് എന്ത് ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്.
കെട്ടിടങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും, വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണെന്ത്, അക്വാസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. അക്വാസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് അഥവാ കെട്ടിടങ്ങൾക്കുള്ള ശബ്ദശാസ്ത്രം. അതെന്താണ്, കെട്ടിടങ്ങളുടെ ഉള്ളിൽ വ്യക്തമായിട്ട് ശബ്ദം ശ്രവിക്കാൻ അല്ലെങ്കിൽ ശ്രവിക്കുന്നതിന് അതിനെ രൂപപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ശാസ്ത്രശാഖയാണെന്ത്, അക്വാസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സൗണ്ട് ആ ശബ്ദങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. എക്കോ ഉണ്ടാകാതിരിക്കാൻ, അതേപോലെ ശബ്ദത്തിൻ്റെ വായു സഞ്ചാരം ഒക്കെ കറക്റ്റാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്വാസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഇനി മർമ്മഗോപുരം, മർമ്മഗോപുരം എവിടെയാണ്, ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മർമ്മഗോപുരം ലണ്ടനിലെ സെൻറ്റ് പേൾസ് കത്തീഡ്രലിലുള്ള മർമ്മഗോപുരം ശബ്ദ പ്രതിപതനത്തിൻ്റെ മകുടോദാഹരണമാണ്. ഇപ്പോൾ ശബ്ദ പ്രതിപതനത്തിൻ്റെ ഒരു മകുടോദാഹരണം എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് എന്ത്, ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന പേൾ കത്തീഡ്രലിലുള്ള മർമ്മഗോപുരം എന്ന് പറയുന്നത്. ഒരു കുംഭഗോപുരത്തിന് താഴെ വൃത്താകൃതിയിലുള്ള ചുമരുകളുടെ പാർശ്വഭാഗത്ത് ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഗാലറി മുഴുവൻ ആ ശബ്ദം ആവർത്തിച്ച് കേൾക്കും. ശബ്ദ തരംഗങ്ങൾ വൃത്താകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നതാണെന്ത്, ഈ മർമ്മഗോപുരത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകത വരാനുള്ള കാരണം. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംസ് ഇതിനും വേറൊരു ഉദാഹരണമാണത്. കർണാടകയിലുള്ള ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്നുള്ളത്. ഇപ്പോൾ ഗോൾ ഗുംബസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകയിലാണ്. കർണാടകയിലെവിടെ, ബീജാപൂരിലാണ്. അപ്പോൾ ശബ്ദ പ്രതിപതനത്തിന് ഉദാഹരണമായ രണ്ട് ബിൽഡിങ്ങുകളാണ് ലണ്ടനിലെ മർമ്മഗോപുരവും കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസും. ഈ രണ്ട് ശബ്ദ പ്രതിപതനത്തിന് ഉദാഹരണമായ രണ്ട് കൺസ്ട്രക്ഷൻസാണ്, അല്ലെങ്കിൽ രണ്ട് ബിൽഡിങ്ങുകളാണ്. ഇനി നമ്മൾ നേരത്തെ മനുഷ്യൻ്റെ ശ്രവണ പരിധിയൊക്കെ പറഞ്ഞതാണ്, നമ്മൾ മുൻ മൊഡ്യൂളിൽ അത് വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ ആവൃത്തിയുള്ള ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. അതിൽ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളെന്നും 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് ശബ്ദങ്ങളെന്നും പറയുന്നുണ്ട്. അപ്പം ഈ 20,000 ഹെർട്സിന് മുകളിലുള്ള അൾട്രാസോണിക് ശബ്ദത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത്, അതായത് 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദത്തെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. ഇനി ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നമ്മൾ നേരത്തെ അതിലൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്, നമ്മൾ കടലിൻ്റെ ആഴം അളക്കുന്ന സോണാർ മീറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്, അൾട്രാസോണിക് തരംഗമാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ അൾട്രാസോണിക് തരംഗം എന്താണ് എന്ന് പറഞ്ഞു. 20,000 ഹെർട്സിന് മുകളിൽ വരുന്ന തരംഗങ്ങളെയാണ് നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് പുറത്ത് വരുന്ന തരംഗമാണ് എന്ത്, അൾട്രാസോണിക്. ഇനി ഈ അൾട്രാസോണിക് തരംഗങ്ങൾ നമ്മൾ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഉപകാരം എന്ന് പറഞ്ഞാൽ സർപ്പിൾ ആകൃതിയുള്ള കോയിലുകൾ, അതായത് സ്പൈറൽ ട്യൂബ് ഉണ്ടാവും. അതേപോലെ നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ ഉണ്ടാവും, കൃത്യമായിട്ട് ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ. അതുപോലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയൊക്കെ വൃത്തിയാക്കുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പൈറൽ ട്യൂബ് അതല്ലെങ്കിൽ സർപ്പിളാകൃതിയുള്ള ട്യൂബിൻ്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സ്പൈറൽ ട്യൂബ് എന്ന് പറയുന്നത്. ഈ സ്പൈറൽ ട്യൂബ് അതുപോലെ നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, കൃത്യമായിട്ട് ആകൃതിയില്ലാത്ത യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയൊക്കെ വൃത്തിയാക്കുന്നതിനാണ് നമ്മളെന്ത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം എന്താണ്, ഇതൊക്കെ വൃത്തിയാക്കാനാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അൾട്രാ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ വൃത്തിയാക്കേണ്ട വസ്തുവിന് എന്ത് ചെയ്യും, ഒരു പ്രത്യേക തരം ലായനിൽ
മുക്കി വെക്കും. അതായത് ക്ലീനിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയിൽ മുക്കി വെച്ചിട്ട് ഈ ലായനിലേക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്യും? അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉയർന്ന ആവൃത്തിയുള്ള കമ്പനം മൂലം എന്ത് ചെയ്യും? പൊടിപടലങ്ങളും ഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ വസ്തുവിൽ നിന്ന് വേർപെട്ട് പോകും. ഇങ്ങനെയാണ് ഇത് അൾട്രാസോണിക് ഉപയോഗിച്ചുകൊണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും? അതിൽ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെക്കും. ക്ലീനിങ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തി വിടുമ്പോൾ അതിൻ്റെ ഉയർന്ന ആവൃത്തി സൗണ്ട് ആയതുകൊണ്ട് തന്നെ കമ്പനം ഉണ്ടാവും. ഈ കമ്പനം കൊണ്ട് എന്ത് ചെയ്യും? ഈ കമ്പനം മൂലം ആദ്യത്തെ പൊടി പടലം ഗ്രീസ് ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് വേർപെട്ട് പോകും. ഇങ്ങനെയാണ് എന്ത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്പൈറൽ ട്യൂബ്, അതുപോലെ യന്ത്രഭാഗങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് ഘടകങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താനും നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. വലിയ ഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താനും നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ആണ് എന്ത് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫോട്ടോ. ലോഹത്തിൻ്റെ ഉള്ളിലെ വിള്ളൽ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടും. അതിവിടെ ഡിറ്റക്ടറുകളിലെത്തും. ഈ വിള്ളലോ പൊട്ടലോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഡിറ്റക്ടറുകളിലെത്താതെ എന്ത് ചെയ്യും? പ്രതിഫലിച്ച് പുറത്തേക്ക് പോകും. അങ്ങനെയാണ് അത് കണ്ടെത്തുക. ഇനി ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ലോഹഭാഗത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ എന്ത് ചെയ്യും? ലോഹഭാഗത്തിലൂടെ കടന്ന് ഡിറ്റക്ടറുകളിലെത്തും. ഡിറ്റക്ടറുകൾ ഇങ്ങനെ പുറത്തേക്ക് എത്തും. ഇവിടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അങ്ങനെ ഡിറ്റക്ടറുകളിലേക്ക് എത്തും. ലോഹത്തിനുള്ളിൽ ചെറിയ പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അൾട്രാസോണിക് തരംഗം ആ ഭാഗത്ത് വെച്ച് എന്ത് ചെയ്യും? പ്രതിപദിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പൊട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് അൾട്രാസോണിക് തരംഗങ്ങൾ എന്ത് ചെയ്യും? പ്രതിപദിക്കും. അങ്ങനെ അതിനാൽ എന്ത് ചെയ്യും? ഡിറ്റക്ടറുകളിൽ എത്തില്ല. അങ്ങനെ പ്രതിപദിക്കുമ്പോൾ അത് ഡിറ്റക്ടറിലേക്ക് എത്തുന്നില്ല. ശ്രവണ സാധ്യമായ ശബ്ദ തരംഗങ്ങൾക്ക് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ അവ എന്ത് ചെയ്യും? പൊട്ടലുകളുടെയും വിള്ളലുകളുടെയും മൂലകളിലൂടെ വളഞ്ഞ് സഞ്ചരിച്ച് ഡിറ്റക്ടറുകളിൽ എത്തും. അതുകൊണ്ടാണ് എന്ത് ഇവയെ അതിന് ഉപയോഗിക്കാത്തത്. നമ്മൾ ഈ അൾട്രാസോണിക് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇത് പ്രതിപദിച്ച് ഡിറ്റക്ടറുകളിൽ എത്താതെ വിള്ളലോ പൊട്ടലോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രതിപദിച്ചുകൊണ്ട് അതിലെ പുറത്തേക്ക് വരും. എന്നാൽ ശ്രവണ സാധ്യമായ ശബ്ദം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവ ഡിറ്റക്ടറുകളിൽ എത്തും. അതുകൊണ്ടാണ് അവ ഉപയോഗിക്കാതെ അൾട്രാസോണിക് ഉപയോഗിക്കുന്നത്. അടുത്ത സന്ദർഭമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്ന അടുത്ത സന്ദർഭമാണ് എക്കോ കാർഡിയോഗ്രാഫി. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കാൻ കഴിയുന്നു. ഇതാണ് എന്ത്? എക്കോ കാർഡിയോഗ്രാഫി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നതാണ് എന്ത്? എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അൾട്രാ വയലറ്റ് അല്ല, അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത്? എക്കോ കാർഡിയോഗ്രാഫി സാധ്യമാകുന്നത്. അപ്പോൾ എക്കോ കാർഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതും അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണോഗ്രാഫി ഇത് നമുക്ക് പേരിൽ തന്നെ കിട്ടും. അതുകൊണ്ട് പ്രശ്നമില്ല, കോംപ്ലിക്കേഷൻസ് ഇല്ല. അൾട്രാസോണോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. എന്താണ് അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ വൃക്ക, കരൾ, പിത്തസഞ്ചി, അതുപോലെ ഗർഭപാത്രം എന്നിവയുടെയും ഈ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാൻ, അതേപോലെ അവയുടെ തകരാറുകൾ കണ്ടെത്താനൊക്കെയാണ് എന്ത് ഈ തരംഗങ്ങൾ ഉപയോഗിക്കുന്നത്. അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം എന്നിവയുടെയൊക്കെ അങ്ങനെ ഉള്ള ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. ആ പ്രക്രിയയാണ് അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കലും അതിൻ്റെ തകരാറുകളൊക്കെ കണ്ടെത്താനും ഉപയോഗിക്കുന്നതാണ്. ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ എന്ത് ചെയ്യും? ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടിക്കൊണ്ട് പ്രതിപദിക്കും. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റിയിട്ട് അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തും. അപ്പോൾ ഇതെങ്ങനെയാണ് അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് അതിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെന്ത് ചെയ്യും? അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ തട്ടിയങ്ങാണ്ട് പ്രതിപദിക്കും. ഈ തരംഗങ്ങൾ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റിക്കൊണ്ടാണ് എന്ത് അവയവത്തിൻ്റെ ചിത്രം എടുക്കുന്നത്. ഈ ഒരു സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടിയും പറയാം.
എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ ഉപയോഗം എന്താണ്? ഈ സ്പൈറൽ ട്യൂബ് അതുപോലെ യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കും. അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വലിയ ഭാഗത്തിൻ്റെ ഉള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കും. അതുപോലെ എക്കോ കാർഡിയോഗ്രാഫി, അൾട്രാസോണോഗ്രാഫി, എക്കോ കാർഡിയോഗ്രാഫി. ഇനി ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ച് കളയാൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കും. നമ്മുടെ വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ലൊക്കെ ഉണ്ടല്ലോ, ഇത് പൊടിച്ച് കളയാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. അത് ഉപയോഗിച്ച് കമ്പനം ചെയ്യിച്ചു കൊണ്ടാണ് അത് പൊടിച്ച് കളയുന്നത്, ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ. ഇനി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് സോണാർ. സോണാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണിത് സോണാർ എന്നറിയുന്നത്. സോണാർ എന്നാൽ എന്താണ്? അതൊരു ഉപകരണമാണ്. എന്തിനാണ്? കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന തരംഗമാണ് ഇത് അൾട്രാസോണിക് തരംഗം. അപ്പോൾ നമ്മൾ മുൻ വീഡിയോയിൽ നമ്മളത് പറഞ്ഞതാണ്. സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഇനി സോണാർ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ, കപ്പലിൻ്റെ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് എന്ത്? നമ്മൾ നിത്യജീവിതത്തിൽ ഈ സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ജീവികളിൽ വവ്വാൽ ഇരപിടിക്കാൻ ഉപയോഗിക്കുന്നതും അൾട്രാസോണിക് തരംഗമാണ്. അതിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജീവികളിലെ വവ്വാൽ ഇരപിടിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. വവ്വാൽ ഇരപിടിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവിയാണെന്ത്? വവ്വാൽ. അപ്പോൾ വവ്വാൽ അതേപോലെ നിശാശലഭമൊക്കെ ഉപയോഗിക്കുന്നതും ഈ അൾട്രാസോണിക് തരംഗമാണ്. നിശാശലഭമൊക്കെ അതിൻ്റെ പറക്കലിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ അൾട്രാസോണിക് തരംഗം ആണ്. അടുത്ത തരംഗങ്ങളാണെന്ത്? സീസ്മിക് തരംഗങ്ങളും സുനാമിയും. സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി. ഈ പ്രകൃതിയിലുണ്ടാകുന്ന സീസ്മിക് തരംഗത്തിന് ഉദാഹരണമാണ് എന്ത്? ഭൂകമ്പം ഒരു സീസ്മിക് തരംഗത്തിന് ഉദാഹരണമാണ്. ഇതിൻ്റെ ഭൂകമ്പ ദുരന്തത്തിൻ്റെ ഫോട്ടോ ആണ് എന്ത്? ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിൽ താഴെയായിരിക്കും എന്ത്? ഈ സീസ്മിക് തരംഗത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 20 ഹെർട്സിൽ താഴെയായിരിക്കും. മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് താഴെയാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി ആരംഭിക്കുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അപ്പോൾ 20 ഹെർട്സിൻ്റെ താഴെ വരുന്നതാണ് ഈ സീസ്മിക് തരംഗങ്ങൾ. ഭൂകമ്പ തരംഗം ഒരു സീസ്മിക് തരംഗത്തിന് ഉദാഹരണമാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണെന്ത്? ഭൂകമ്പങ്ങൾ. അതുപോലെ ഭൂകമ്പം, വൻ സ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയൊക്കെ എന്താണ്? എന്നിവയുടെയൊക്കെ ഫലമായിട്ട് ഭൂപാളിയിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണെന്ത്? സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂകമ്പ തരംഗം ഒരു സീസ്മിക് തരംഗമാണ്. അപ്പോൾ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനം എന്നിവയുടെയൊക്കെ ഫലമായിട്ട് ഭൂമിയുടെ പാളികൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ സീസ്മിക് തരംഗങ്ങൾ എന്താണ്? 20 ഹെർട്സിന് താഴെയാണ്. അതുകൊണ്ട് പ്രാവുകൾ, അങ്ങനെ പക്ഷികൾ, ഇവക്കൊക്കെ ഇത് കേൾക്കാനുള്ള കഴിവുണ്ട്. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് എന്ത്? സീസ്മിക് തരംഗങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ സീസ്മിക് തരംഗങ്ങൾ പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ്. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? സീസ്മോളജി. അവയെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരെയാണ് നമ്മൾ സീസ്മോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീസ്മോളജി, സീസ്മോളജിസ്റ്റ് രണ്ടും അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക. സീസ്മിക് തരംഗം എന്താണ്? ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനം എന്നിവയുടെയൊക്കെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്ത്? സീസ്മിക് തരംഗങ്ങൾ പുറപ്പെടുന്നത്. ഈ തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ത്? സീസ്മോളജി എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ സീസ്മോളജിസ്റ്റ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ. ഭൂകമ്പത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഇപ്പോൾ സീസ്മിക് തരംഗങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം,
അതുപോലെ ഉപരിതല തരംഗം. പ്രാഥമിക തരംഗങ്ങൾ അഥവാ പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പി തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ, പിന്നെ ഉപരിതല തരംഗങ്ങൾ. ഇങ്ങനെ മൂന്നായിട്ട് നമുക്കിതിനെ തരംതിരിക്കാവുന്നതാണ്. ഇവയിൽ പ്രാഥമിക തരംഗങ്ങളാണ് ഏറ്റവും വേഗതയേറിയത്. തരംഗങ്ങളാണ് ഏറ്റവും വേഗതയേറിയ തരംഗം. ദ്വിതീയ തരംഗമാണെങ്കിൽ പ്രാഥമികത്തിനെ അപേക്ഷിച്ച് വേഗത കുറവാണ്. ഒരു ഭൂകമ്പ മാപ്പിനിയിൽ പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും എത്തുന്നതിനുള്ള സമയ വ്യത്യാസം ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള നീളം ഏകദേശം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭൂകമ്പ മാപ്പിനിയിലെ പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും എത്താനുള്ള സമയ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മളത് നിർണ്ണയിക്കുന്നത്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫിലെ ആയതിയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ്. ആയതിയിലെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഭൂകമ്പത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. ഇനി ഭൂതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന റാലെ തരംഗങ്ങൾ, ലവ് തരംഗങ്ങൾ എന്നീ രണ്ട് തരത്തിലുള്ള ഉപരിതല തരംഗം കൂടി ഭൂകമ്പം മൂലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഉപരിതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന രണ്ട് തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് റാലെ തരംഗങ്ങളും ലവ് തരംഗങ്ങളും. ഈ രണ്ട് തരംഗങ്ങളും ഭൂകമ്പ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ തരംഗങ്ങൾ മൂലം ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. ഉപരിതല തരംഗങ്ങളുടെ വേഗം ദ്വിതീയ തരംഗങ്ങളേക്കാൾ കുറവാണെങ്കിലും ഇവയുടെ സഞ്ചരണമാണ് ഭൂകമ്പം മൂലമുള്ള നാശനഷ്ടങ്ങൾക്കുള്ള പ്രധാന കാരണം. ഉപരിതല തരംഗങ്ങളുടെ വേഗം ദ്വിതീയ തരംഗങ്ങളേക്കാൾ കുറവാണെങ്കിലും ഇവയുടെ സഞ്ചരണമാണ് ഭൂകമ്പം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാവുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിൽ തീവ്ര ഭൂകമ്പങ്ങൾക്ക് സാധ്യത വളരെ കുറവുള്ള ഒരു പ്രദേശമാണെന്ത് കേരളം എന്ന് പറയുന്നത്. തീവ്ര ഭൂകമ്പങ്ങൾക്ക് സാധ്യത വളരെ കുറവുള്ള ഒരു പ്രദേശമാണെന്ത് കേരളം എന്ന് പറയുന്നത്. എന്നാൽ ദൂരദേശങ്ങളിലുണ്ടാകുന്ന ചില ഭൂകമ്പങ്ങൾ കാരണമൊക്കെ നമുക്ക് സുനാമി പോലുള്ള തിരകൾക്കൊക്കെ കാരണമാവും. അത് നമ്മൾ 2004 അനുഭവിച്ചതാണ്. 2004 ഡിസംബർ 26 കേരളത്തിൽ സുനാമി ഉണ്ടായത്. ഇന്തോനേഷ്യയിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം ഉണ്ടായത്. കടലിലെയും മറ്റു ജലത്തിനും വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് നമ്മൾ സുനാമി എന്ന് വിളിക്കുന്നത്. ഇനി സുനാമി എന്ന പേര് ജപ്പാനീസ് ഭാഷയിൽ നിന്നാണ്. സു എന്നാൽ തുറമുഖമെന്നും നാമി എന്നാൽ നീണ്ട തിരമാല എന്നുമാണ് അർത്ഥം. അപ്പോൾ സുനാമി, സു എന്നാൽ തുറമുഖമെന്നും നാമി എന്നാൽ നീണ്ട തിരമാല എന്നും അർത്ഥം വരുന്ന രണ്ട് ജപ്പാനീസ് വാക്കിൽ നിന്നാണ് സുനാമി എന്ന വാക്ക് ഉണ്ടായത്. ടി സുനാമി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ടി എന്നുള്ള അക്ഷരം ഉണ്ടാവും. അപ്പോൾ സു എന്ന് പറഞ്ഞാൽ തുറമുഖം എന്നും നാമി എന്ന് പറഞ്ഞാൽ നീണ്ട തിര. ഓക്കെ, അപ്പോൾ ജപ്പാനീസ് വാക്കിൽ നിന്നാണ് സുനാമി എന്ന് ഉണ്ടായത്. നീണ്ട തിരമാല എന്നും ഇതിന് അർത്ഥം വരുന്നു. തിരമാലകൾ കടൽ തീരത്തോട് അടുക്കുമ്പോൾ തിരമാലകളുടെ ഗർത്തം കരയിൽ ഉരസുന്നതിൻ്റെ ഫലമായിട്ട് വേഗവും തരംഗദൈർഘ്യവും പെട്ടെന്ന് കുറയുകയും ആയതി വർദ്ധിക്കുകയും തീരപ്രദേശം വെള്ളത്തിലാവുകയൊക്കെ ചെയ്യും. ഇനി സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? ഡാർട്ട്, ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി അഥവാ ഡാർട്ടാണ് സുനാമി മുന്നറിയിപ്പ് സംവിധാനം. ഡാർട്ടാണ് സുനാമി മുന്നറിയിപ്പ് സംവിധാനം എന്നാണ്. ഡാർട്ടാണ് ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. സുനാമി എന്താണെന്ന് പഠിച്ചു. സുനാമി എന്ന പേര് വന്നത് ജപ്പാനീസ് വാക്കിൽ നിന്നാണ്. സു എന്ന വാക്കിൻ്റെ അർത്ഥം, നാമി എന്ന വാക്കിൻ്റെ അർത്ഥം, അതേപോലെ ഡാർട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്കെന്ത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടെ ശബ്ദം എന്നുള്ള 2 SCRT ചാപ്റ്ററും നമ്മൾ ശബ്ദം എന്ന ടോപ്പിക്കിൽ
2 SCERT ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെ മുതൽ നമ്മൾ എന്താണ് പ്രകാശം എന്നുള്ള മൊഡ്യൂളാണ് തുടങ്ങുന്നത്. അപ്പോൾ ശബ്ദവും പ്രകാശവും എന്നുള്ള മൊഡ്യൂളിലെ പ്രകാശം എന്നുള്ള ടോപ്പിക്കാണ് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.